പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഒക്ടോബർ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകളെ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രമപ്പ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് ഫേവറിനകത്ത് ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രാത്രികാലം നല്ല ഉറക്കം തന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുക. സ്വർഗീയം സന്തോഷത്തോടെ ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ സമയം ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിന് കർത്താവിന് നന്ദി. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതം ഞങ്ങൾക്ക് സൗജന്യമായി തന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. അങ്ങ് കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം. അത്ഭുതമായി സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം. ദൈവിക സമാധാനവും സന്തോഷവും കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പോൾ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നില്ല, ഉപരിയായി യഹോവയ്ക്ക് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ ദയ ഞങ്ങളോട് വലുതായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലും അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളോട് വലുതായിരിക്കാൻ സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് ഞങ്ങൾ ഈ പ്രഭാതി സ്തോത്രം പറയുന്നു. 96-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരേ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പൻ്റെ പാദത്തിലൊന്ന് ഇരിപ്പാൻ, അപ്പൻ്റെ ശബ്ദം കേൾക്കുവാൻ, അപ്പയെ സ്തുതിക്കുവാൻ അപ്പയെ ഒരുക്കി തന്ന അവസരമാണല്ലോ. അതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. അത് കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം അമേൻ അമേൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ആത്മാവിൻ്റെ പകർച്ചകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മറിയയുടെ ശബ്ദം കേട്ടപ്പോൾ എലിശബത്തിൻ്റെ ഉള്ളിലെ പ്രജ തുള്ളിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിൻ്റെ ഒരു കൈമാറ്റം ഇന്ന് പ്രഭാതത്തിൽ ഈ മോർണിംഗ് മെസ്സേജിലൂടെ സംഭവിക്കട്ടെ. ലോകവ്യാപകമായി അഭിഷേകത്തിൻ്റെ ഒരു കൈമാറ്റം സംഭവിക്കട്ടെ. ആത്മശക്തിയുടെ ഒരു കൈമാറ്റം സംഭവിക്കട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മശക്തിയുടെ ഒരു കൈമാറ്റം 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 ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉണ്ടാകട്ടെ. ആത്മാവിൽ ഇവർ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് തുടങ്ങട്ടെ. ആമേൻ. അസാധാരണമായ ആമേൻ 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 അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യെസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നാളുകളായി ഹീലാകാതിരിക്കുന്ന വൂണ്ടുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആമേൻ ഹീലാകട്ടെ. ബെഡ് സോറുകൾ കിടന്ന് ആമേൻ പുറത്തൊക്കെ ഉണ്ടായിരിക്കുന്ന മുറിവുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സ്കിന്നിനോട് ചേരട്ടെ, തൊക്കിനോട് ചേരട്ടെ, മാംസത്തോട് ചേരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ, വിടുതലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡയബറ്റിക് വൂണ്ടുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഡയബറ്റിക് ഫുഡ് കർത്താവേ, ആ ഡയബറ്റീസ് മുഖാന്തരം കാലിൽ മുറിവ് വന്നു, കാല് മുറിച്ച് കളയണം എന്നൊക്കെ പറയുന്ന കേസുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. മിറക്കിൾ ഹീലിംഗ് സംഭവിക്കട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്.
മിറക്കിൾ ഹീലിംഗ് സംഭവിക്കട്ടെ. മിറക്കിൾ ഹീലിംഗ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. വീട് പണി ആരംഭിച്ചു, അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നവർ, അത് സാമ്പത്തികമായ പ്രശ്നം കാരണം, ലീഗൽ ഇഷ്യൂസ് കാരണം, അത് മറ്റ് സാങ്കേതികമായ കാരണങ്ങളാൽ ആ വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സൈന്യത്തെ അയക്കുന്നു. ആ വീട് പണി കംപ്ലീറ്റ് ആകട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, മറ്റ് ആവശ്യങ്ങളിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഇന്ന് പകൽക്കാലം ഒരു മിറക്കിൾ ട്യൂസ്ഡേ ആയി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ മിറക്കിൾ ഉണ്ടാകട്ടെ ഇന്ന് പകൽക്കാലം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പ്രത്യേക ഫേവർ ഉണ്ടാകണം, പ്രത്യേക കൃപയുണ്ടാകണം, ആത്മാവിന് വലിയ പകർച്ച നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ച് ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാളത്തെ മീറ്റിങ്ങിനായിട്ട് പ്രാർത്ഥിക്കാം. പിതാവേ, എല്ലാവരും കൈ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലത്തെ അനുഗ്രഹിച്ചതിന് സ്തോത്രം, നാളത്തെ അത്ഭുതമാക്കി തീർക്കുന്നതിന് സ്തോത്രം. ലോകവ്യാപകമായ ഒരു ഉണർവിന് നാളത്തെ മീറ്റിംഗ് കാരണമായി തീരുന്നതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഗ്രേസ് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, ഫേവർ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ അടുത്ത മീറ്റിംഗ്. പ്രാർത്ഥനയോടുകൂടെ കടന്നു വരണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നന്മകളെ നിങ്ങൾ അറിയിക്കണം. അത് നമുക്ക് നാളെ കേൾക്കുവാൻ സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കും എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ പറയുക, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പം ആമേൻ, ആരെങ്കിലും ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവിക അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചു വെയിറ്റ് ചെയ്താൽ, തിരുവെഴുത്ത് പറയുക, കർത്താവ് നിശ്ചയമായിട്ടും അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. രണ്ട് മനസ്സുള്ളവർക്ക് ദൈവിക അത്ഭുതങ്ങൾ പ്രാപിപ്പാൻ കഴിയത്തില്ല. ചിലർ പറയും കർത്താവ് ചെയ്യും, അല്ലെങ്കിൽ അവർ ചെയ്യും, ഇവർ ചെയ്യും എന്ന്. അങ്ങനെയല്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. പൂർണ്ണമായി നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവിക ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെയും കർത്താവ് ഉപേക്ഷിച്ച് കളയത്തില്ല. അതായത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മനസ്സ് മുഴുവൻ കർത്താവിൽ നിന്ന് എനിക്ക് കിട്ടണം, നമ്മൾ കുറച്ച് മനുഷ്യനിൽ നിന്നും കുറച്ച് മറ്റു സോഴ്സുകൾ എന്നുള്ള ചിന്ത വരരുത്. അവൻ ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് കർത്താവെ അങ്ങ് പ്രവർത്തിപ്പാൻ മതിയായവൻ, അങ്ങ് എനിക്ക് അത്ഭുതം ചെയ്യാൻ മതിയായവന്, അങ്ങ് മതി, എനിക്ക് അങ്ങയുടെ പ്രവൃത്തി കണ്ടാൽ മതി എന്ന് നമ്മൾ വിശ്വസിച്ച് അതിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ കർത്താവ് നിശ്ചയമായും അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ സ്വപ്നം കാണാത്ത രീതിയിൽ, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ, ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത രീതിയിൽ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. പഴയ നിയമത്തിൽ ചെങ്കടൽ രണ്ടാകുന്നത് അതിന് മുമ്പ് ആരും കണ്ടിട്ടില്ല, അതിനു മുമ്പ് ആരും കേട്ടിട്ടില്ല. പക്ഷെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തില്ല. ഇതുപോലെ കർത്താവ് അത്ഭുതം ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ അത് തന്നെ കർത്താവിനെ തന്നെ നോക്കിയിരിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്ന് തന്നെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവിക അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ശദ്രക്കും മേശകും അബേദ്നേഗോവിനെയും അവർ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ തീച്ചൂളയിൽ ഇട്ട് കളയുവാൻ തീരുമാനമായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അപ്പം എന്നാൽ രാജാവ് വീണ്ടും അവരോട് ചോദിച്ചു, ഈ പറയുന്നതൊക്കെ ശരിയാണോ? നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കാതിരിക്കുന്നോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്കൊരവസരം കൂടെ തരാം, നിങ്ങൾക്ക് നമസ്കരിക്കാമെങ്കിൽ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ശദ്രക്കും മേശക്കും അബേദ്നേഗോ എന്ന് പറഞ്ഞു, അവൻ ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. വേറെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. രാജാവിൻ്റെ ഫേവർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, മനുഷ്യൻ്റെ ഫേവർ പ്രതീക്ഷിക്കുന്നില്ല. ഈ കർത്താവിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും. ഈ കർത്താവിന് ഞങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ സൗഖ്യമാക്കും. ഈ കർത്താവിന് ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്താൻ അവൻ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ പുറത്തു കൊണ്ടുവരും. അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ വേറെ ഒരു ഓപ്ഷൻസും നോക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ മറ്റൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ രാജാവിൻ്റെ കോപം കൂട്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തു? തീച്ചൂളയൊക്കെ അങ്ങ് വല്ലാതെ ചൂടാക്കി, 7 മടങ്ങ് ചൂടാക്കി.
ആമേൻ സൈന്യത്തിലെ മഹാബലവാന്മാരായ പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ ബന്ധിച്ച് എരിയുന്ന ചൂളയിലേക്ക് ഇട്ടിരുന്നു. അവൻ ചൂള ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് ഇടാൻ പോയവർ അന്നേരമേ ആമേൻ ചാമ്പലായിപ്പോയി. എന്നാൽ ആമേൻ ഈ 3 പുരുഷന്മാരും ബന്ധിക്കപ്പെട്ടതായി തീച്ചൂളയിൽ കിടക്കുമ്പോൾ ആമേൻ നെബൂഖദ്നേസർ രാജാവ് നോക്കുമ്പോൾ കാണുക, ആമേൻ 4ാമനായി ദ 4th man in the furnace, 4ാമനായി ഒരുവൻ തീച്ചൂളയിൽ നിൽക്കുക. ഇതാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ വിടുവിപ്പാൻ ആരും വിചാരിക്കുന്നത് പോലല്ല കർത്താവ് ചെയ്യുന്നു. 4ാമനായി തീച്ചൂളയിൽ ഇറങ്ങുന്നു. 3 പേരും അവർ കെട്ടഴിഞ്ഞു പോയി. ഇവർ 4 പേരൂടെ തീച്ചൂളയ്ക്കകത്ത് നിൽക്കുന്ന കാണുക. ആമേൻ ഇത് കണ്ട് രാജാവ് അമ്പരന്ന് പോയി. അയ്യോ, നമ്മൾ 3 പേരെയല്ല ഇട്ടിരുന്നത്, പിന്നെ ഇങ്ങനെ 4ാമതൊരാൾ കിടക്കുന്നത്. അവിടെ നോക്കുമ്പോൾ 4ാമത്തവൻ്റെ രൂപം ആമേൻ ദൈവപുത്രനെ ആമേൻ തുല്യനായ ഒരുവൻ അവരോടുകൂടെ ആമേൻ തീച്ചൂളയിൽ നിൽക്കുന്നു. ഇങ്ങോട്ട് നോക്കി, ഈ ചെറുപ്പക്കാർ പറഞ്ഞെന്തുവാ, ഞങ്ങളെ ആരും വിടുവിക്കണ്ട, ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ വിടുവിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം തനിക്കായി കാത്തിരിക്കുന്നവരെ വിടുവിപ്പാൻ താൻ ഇറങ്ങി വന്ന് വിടുവിച്ച കണ്ടു. ഇതുപോലെ അത്ഭുതങ്ങൾ ഇന്നും നടക്കും. കാത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക, ദൈവിക സൗഖ്യത്തിനായിട്ട് കാത്തിരിക്കുക, ദൈവിക അഭിവൃദ്ധിക്കായിട്ട് കാത്തിരിക്കുക, ദൈവിക പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കുക. ആമേൻ അങ്ങനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവിക അത്ഭുതം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ മിറക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ കർത്താവിൻ്റെ അസാധാരണമായ മിറക്കിൾസ് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.